മദീനയിലെ ആദ്യത്തെ അധ്യായമായ അൽ ബഖറ സൂറത്തിലെ ആദ്യത്തെ 7 വാക്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളുടെ കോമഡികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. ഇനി 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ മദീനയിൽ മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും പുതിയ ഒരു പയ്യരം പറച്ചിലുമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ്. ഈ വാക്യങ്ങൾ 13 വാക്യങ്ങൾ ഒരു പാക്കേജ് പോലെയാണ് ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ആ വാക്യങ്ങളുടെ അവതരണ സന്ദർഭത്തെക്കുറിച്ചും മറ്റും വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുള്ള വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു പാക്കേജായിട്ട് ഒന്നിച്ച് വന്ന വാക്യങ്ങളാണോ അതോ മദീനയിലെ ആദ്യത്തെ ഒരു 5-6 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞ വാക്യങ്ങൾ സമാഹരിച്ചതാണോ എന്ന കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും ഇല്ല. ഇവിടെ പയ്യരം പറയുന്നതും അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് കുറ്റപ്പെടുത്തി പറയുന്നതും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ അനുയായികളെക്കുറിച്ച് തന്നെയാണ്. ഈ അനുയായികളിൽ കുറേ പേരെയെങ്കിലും മുഹമ്മദ് സംശയിച്ചിരുന്നു. അവർ പാരവയ്ക്കുമോ ചതിക്കുമോ, അവർ യഥാർത്ഥത്തിൽ എന്നെ പ്രവാചകനായി അംഗീകരിച്ചിട്ടുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ, അതോ അവർ 2 തോണിയിൽ കാലുവെക്കുന്നവരാണോ തുടങ്ങിയിട്ടുള്ള പല സന്ദേഹങ്ങളും മുഹമ്മദിൻ്റെ മനസ്സിൽ വല്ലാതെ ആധിയുണ്ടാക്കിയിരുന്നു. ഇത് മുഹമ്മദിൻ്റെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞിരുന്നു. മക്കയിൽ നിന്ന് കൂട്ടത്തോടെ എല്ലാവരും മദീനയിലേക്ക് പോകണമെന്ന് മുഹമ്മദ് തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടപ്പോൾ കുറേയധികം ആളുകൾ അതിന് വിസമ്മതിക്കുകയും പല കാരണങ്ങൾ പറഞ്ഞ് മക്കയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടുകൂടി അവരെ മുഹമ്മദ് കപടവിശ്വാസികൾ, ആത്മാർത്ഥതയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേ ആളുകളെക്കുറിച്ചും അതോടൊപ്പം മദീനയിൽ വന്നതിന് ശേഷം മുഹമ്മദിൻ്റെ കൂടെ കൂടിയ മദീനക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചും അവരിൽ തന്നെ മുഹമ്മദിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. കാരണം 13 കൊല്ലം സ്വന്തം നാട്ടിൽ ഇതൊക്കെ പറഞ്ഞ് ഈ അധ്യായങ്ങളൊക്കെ അവതരിപ്പിച്ച് താൻ പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും സ്വന്തം ആളുകൾക്ക്, മുഹമ്മദിനെ നേരിട്ട് അറിയാവുന്ന ആളുകൾക്ക് മുഹമ്മദ് പറഞ്ഞതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ അപ്പുറത്ത് വേറെ ചില ഗോത്രക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മുഹമ്മദിന് അങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറിച്ച് മുഹമ്മദും അവരും തമ്മിലുണ്ടാക്കിയ ഗൂഢാലോചനയുടെയും ഉടമ്പടിയുടെയും ഫലമായിട്ട് മറ്റു ഭൗതിക ലക്ഷ്യങ്ങളും രാഷ്ട്രീയ ഉദ്ദേശ്യങ്ങളും വെച്ചുകൊണ്ടാണ് അവരൊക്കെ കൂടെ കൂടിയിട്ടുള്ളത് എന്ന വസ്തുത മുഹമ്മദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ നടത്താൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം ചതിയാണെന്ന് മുഹമ്മദിനറിയാം. ആ ചതിയിൽ താൻ ഇവരുമായിട്ടുണ്ടാക്കിയ കരാറിൻ്റെ ലംഘനങ്ങൾ വരുമ്പോൾ ഇവർ പാരവയ്ക്കുമോ അല്ലെങ്കിൽ ഇവരെതിരാകുമോ എന്നൊക്കെ മുഹമ്മദ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് തൻ്റെ കൂടെയുള്ള മക്കയിൽ നിന്ന് വന്നവരിൽ കുറച്ച് ആളുകളെയും മദീനയിൽ കൂടെ കൂടിയവരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും ഒക്കെ യഥാർത്ഥ വിശ്വാസികളാണോ ആത്മാർത്ഥതയുള്ളവരാണോ എന്ന കാര്യത്തിൽ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് അവർക്കെതിരായി നടത്തുന്ന അധിക്ഷേപങ്ങളുടെ ഒരു പാക്കേജാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്ന 13 വാക്യങ്ങൾ. മുനാഫിക്കുകൾക്കെതിരായിട്ടുള്ള കുറ്റപ്പെടുത്തലാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികൾ. വിശ്വാസമുണ്ടെന്ന് നടിക്കുകയും എന്നാൽ വിശ്വാസമില്ല എന്ന വസ്തുത മറച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ കൂടെ വരുമ്പോൾ തനിക്ക് അനുകൂലമായിട്ടും അപ്പുറത്ത് തൻ്റെ എതിരാളികൾക്കൊപ്പം ചേരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ. അവരെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ മുഹമ്മദിൻ്റെ വിശ്വസ്തരായ ചാരന്മാരിലൂടെ കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നാൽ ആരാണ് കൃത്യമായിട്ട് അവിശ്വാസി, ആരാണ് കപടവിശ്വാസി, ആരാണ് യഥാർത്ഥ വിശ്വാസി, ഇതൊന്നും മുഹമ്മദിന് മനസ്സിലാക്കാനൊട്ട് കഴിഞ്ഞിരുന്നുമില്ല. അപ്പോൾ കൊള്ളുന്നിടത്ത് കൊള്ളട്ടെ എന്ന മട്ടിൽ മുഹമ്മദ് കാടടക്കി വെടിവെച്ചുകൊണ്ട് തന്നെ ചതിക്കാൻ സാധ്യതയുള്ള, തനിക്ക് വേണ്ടത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവരായിട്ടുള്ള, മുഹമ്മദ് സംശയിക്കുന്ന കുറേ ആളുകളുടെ നേരെ
മുഹമ്മദ് അധിക്ഷേപം ചൊരിയുന്നതാണ് ഇനിയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ 13 വാക്യങ്ങളും ഒരു പാക്കേജ് എന്ന നിലക്ക് ഒരധ്യായത്തിൽ കാണുന്നത് കൊണ്ട് അത് ഒരുമിച്ച് ആദ്യം വായിക്കാം. ഒരുമിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ആശയം പിടികിട്ടും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചരിത്രവും സന്ദർഭവും വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പോവാം. 8-ാമത്തെ വാക്യം, ഞങ്ങൾ അള്ളാഹുവിലും അവസാന ദിവസത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അവർ ഒട്ടും വിശ്വസിച്ചവരല്ല. അവർ അള്ളാഹുവേയും സത്യവിശ്വാസികളെയും ചതിക്കുന്നു. അവർ തങ്ങളെ തന്നെയല്ലാതെ ചതിക്കുന്നില്ല, എന്നാൽ അവരതറിയുന്നില്ല. അവരുടെ ഹൃദയങ്ങളിൽ കഠിനമായ രോഗമുണ്ട്. അങ്ങനെ അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായ കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ് എന്നവർ മറുപടി പറയും. അറിയുക, നിശ്ചയമായും അവർ കുഴപ്പമുണ്ടാക്കുന്നവർ തന്നെയാണ്, പക്ഷേ അതവർ ഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ ആ ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നവർ ചോദിക്കുന്നു. അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, പക്ഷേ അവരതറിയുന്നില്ല. 14. സത്യവിശ്വാസികളെ അവർ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു എന്നവർ പറയും. അവരുടെ പിശാചുക്കളുമായി അവർ തനിച്ചാകുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നും അവർ പറയും. അള്ളാഹു അവരെ പരിഹസിക്കുകയും തങ്ങളുടെ അതിക്രമത്തിൽ അന്ധരായി വിഹരിക്കുവാൻ അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു. 16. അവർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു. അതിനാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല. അവർ സന്മാർഗികളായതുമില്ല. അവരുടെ നില തീ കത്തിച്ചവരുടെ നില പോലെയാണ്. അത് അവരുടെ ചുറ്റും വെളിച്ചം തട്ടിയപ്പോൾ അള്ളാഹു അവരുടെ വെളിച്ചം എടുത്തു കളയുകയും അവരെ കൂരിരുട്ടിൽ കണ്ണുകാണാത്തവരായി ഒഴിച്ചുവിടുകയും ചെയ്തു. അവർ ബധിരരും മൂകരും അന്ധരുമാകുന്നു. അതിനാൽ അവർ മടങ്ങുന്നതല്ല. 19. അല്ലെങ്കിൽ അവരുടെ നില ആകാശത്തിൽ നിന്നും വർഷിക്കുന്ന ഒരു പേമാരി പോലെയാകുന്നു. അതിൽ അന്ധകാരങ്ങളും ഇടിയും മിന്നലുമുണ്ട്. ഇടിയുടെ ഭയങ്കര ശബ്ദം നിമിത്തം അവർ മരണത്തെ ഭയന്ന് തങ്ങളുടെ വിരലുകൾ കാതുകളിൽ വെക്കുന്നു. അള്ളാഹു അവിശ്വാസികളെ വലയം ചെയ്തവനാകുന്നു. മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം അവരതിൽ നടക്കും. അത് മിന്നാതെ ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ എടുത്തു കളയുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് മുഹമ്മദിന് തനിക്ക് വേണ്ടത്ര വിശ്വാസം പോരാതിരുന്ന സ്വന്തം അനുയായികളിൽ ചിലരെക്കുറിച്ച് ആളാരാണെന്ന് വ്യക്തമാക്കാതെ കാടടക്കി വെടിവെച്ചുകൊണ്ട് അവതരിപ്പിച്ച അധിക്ഷേപങ്ങളുടെ പാക്കേജ് എന്ന് പറഞ്ഞ 13 വാക്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? മുഹമ്മദ് മക്കയിൽ 13 കൊല്ലം മക്കക്കാരെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മുഹമ്മദ് മദീനയിലേക്ക് അനുയായികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മക്കക്കാരെ മാത്രമല്ല സ്വന്തം അനുയായികളെയും മുഹമ്മദ് ചതിക്കുകയായിരുന്നു. ഇത് നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ വെറുമൊരു താക്കീതുകാരനാണ്, വേറെ യാതൊരു ഉത്തരവാദിത്വവും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും, അള്ളാഹു തന്നെയാണ് ഇവരെയൊക്കെ വഴിവഴപ്പിച്ചത്, അതുകൊണ്ട് അള്ളാഹു ഇവരുടെ മേലെ ഇഹലോകത്ത് വെച്ചും പിന്നെ പരലോകത്തും ശിക്ഷ ഇറക്കിക്കോളും, അതുകൊണ്ട് എനിക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മക്കക്കാരെയും കൂടെ ഉണ്ടായിരുന്നവരെയും ചതിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുഹമ്മദിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഉദ്ദേശം. മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അധികാരം പിടിച്ചെടുത്ത് ഇവരെ മൊത്തം ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മദ് താൻ സമാധാനവാദിയാണെന്ന് വെറും താക്കീതുകാരനാണ് എന്നുമുള്ള ഈ നുണ 13 കൊല്ലം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നുണയാണ് എന്ന് അറിയാവുന്ന കുറച്ച് പേര് മാത്രമാണ് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മുഹമ്മദിൻ്റെ ഏറ്റവും വിശ്വസ്തരായ കുറച്ച് പേരോട് മാത്രം മുഹമ്മദ് ഈ ചതിയുടെ കുട്ടൻസ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുയായികളിൽ കൂടുതൽ ആളുകൾക്കും ഇതറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഇവിടെ തന്നെ നിന്നാൽ മതിയല്ലോ, നമുക്ക് ഇവിടെ ഉത്ബോധനം നടത്തിയാൽ മതിയല്ലോ എന്ന നിലയിൽ കുറേ ആളുകൾ മുഹമ്മദിൻ്റെ ഈ പലായന ആവശ്യം നിരസിച്ചത്. അതോടുകൂടിയാണ് മുഹമ്മദിന് മുനാഫിക്കുകൾ എന്ന് പറയുന്ന
ഒരു സംജ്ഞ മുഹമ്മദിൻ്റെ സങ്കല്പത്തിൽ രൂപപ്പെടുകയും താൻ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കാത്ത ചില ആളുകൾ തൻ്റെ ചതി മനസ്സിലാവാത്ത കാരണം ശുദ്ധാത്മാക്കളായി തൻ്റെ കൂടെ കൂടിയ കുറച്ച് ആളുകൾ തൻ്റെ കൂടെ ഉണ്ട് എന്നും അവർ തനിക്കൊരു പാരയാകുമെന്നും അവർ തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു തടസ്സമാകുമെന്നും മനസ്സിലാക്കിയ മുഹമ്മദ് അപ്പോൾ തൊട്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുനാഫിക്കുകൾ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മദീനയിൽ എത്തിയതിന് ശേഷവും തുടർന്നു. മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മൊത്തത്തിൽ ഒരു 20,000-ഓളം ആൾക്കാർ താമസിക്കുന്ന കുറേ ഗോത്രങ്ങൾ ചേർന്ന ഒരു വലിയ വില്ലേജാണ് മദീന എന്ന് പറയുന്നത്. യദ്രിബ് എന്ന് പറയുന്ന ആ സ്ഥലം. അതിൽ പകുതിയോളം ജൂതന്മാരായിരുന്നു, പകുതിയോളം പേഗൻസ് ആയിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ പോലെ തന്നെ വിഗ്രഹാരാധനയൊക്കെ നടത്തിയിരുന്ന ആളുകൾ. ജൂതന്മാർ കൃഷിക്കാരും മറ്റു കുടിൽ വ്യവസായം നടത്തിയിരുന്നവരും കച്ചവടക്കാരും ഒക്കെയാണ്. അവരുടെ കൃഷിയിടങ്ങളിലും മറ്റും അവരെ സഹായിച്ചുകൊണ്ടും അവരുടെ അനുയായികളായിക്കൊണ്ടും അവരുടെ ആശ്രിതരായിക്കൊണ്ടും ഒക്കെ ജീവിച്ചിരുന്ന കുറച്ചുകൂടെ ദരിദ്രവാസികളായിട്ടുള്ള ആളുകളാണ് ഇപ്പുറത്തുണ്ടായിരുന്ന പേഗൻസ് ആയിട്ടുള്ള ആളുകൾ. അവർക്ക് സ്വന്തമായൊരു കേന്ദ്രമോ അല്ലെങ്കിൽ മക്കയിലെ പോലെ സംഘടിതമായിട്ടുള്ള ഒരു മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അവിടെ ഉണ്ടായിരുന്ന ഈ സമ്പന്നരായിരുന്ന ജൂതഗോത്രവുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ടും അവരുടെ ആശ്രിതരായിക്കൊണ്ടും അവരുമായിട്ട് വലിയ ആത്മബന്ധം പുലർത്തിക്കൊണ്ടുമൊക്കെ ജീവിച്ചു വന്നിരുന്നവരാണ്. ആ പേഗൻസ് ആയിട്ടുള്ള മദീനയിലെ അറബികൾ അവരുടെ മക്കളെ പോലും ജൂതന്മാർക്ക് വളർത്താൻ വിട്ടുകൊടുത്തിരുന്നു. അവർ ജൂതമതക്കാരായി വളർത്തപ്പെടുകയും അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ പേഗൻസും ജൂതന്മാരുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മിശ്രിതമായിരുന്നു മദീനയിൽ. അതേസമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4-5 ഗോത്രങ്ങൾ, അതിൽ 3 ജൂതഗോത്രങ്ങൾ, കൈനുക്കാവ്, നദീർ, ഖുറൈള എന്ന് പറയുന്ന 3 ജൂതഗോത്രങ്ങളും ഔസ്, ഖസ്റജ് തുടങ്ങിയിട്ടുള്ള പ്രബലമായ ചില പേഗൻ ഗോത്രങ്ങളും മറ്റു ചില നാടോടി ബദവികളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം, ഈ ഗോത്രങ്ങളെല്ലാം പരസ്പരം പല കാര്യങ്ങളിലും കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയത്ത് അവർ തമ്മിൽ 2 ചേരികളായിട്ട് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ യുദ്ധമൊന്നും വേണ്ട, നമുക്ക് സമാധാനമായിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമാധാനത്തിൻ്റെ കാലഘട്ടമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുമായിരുന്നു. അതിൽ ചില പേഗൻ ഗോത്രങ്ങളും ചില ജൂതഗോത്രങ്ങളും തമ്മിൽ സൈനികമായിട്ടും മറ്റുള്ള സഖ്യമുണ്ടായിരുന്നു, ഉടമ്പടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ ഇങ്ങോട്ട് സഹായിക്കും, തിരിച്ച് മറ്റവർക്ക് പ്രശ്നം വന്നാൽ അങ്ങോട്ട് സഹായിക്കും എന്ന് പറയുന്ന കരാറ് ഈ ജൂതഗോത്രങ്ങളും ഈ പേഗൻ ഗോത്രങ്ങളും തമ്മിലുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ഗോത്രങ്ങൾക്കും ചില ജൂതഗോത്രങ്ങളുമായിട്ട് സഖ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സഖ്യം ചേർന്ന ജൂതഗോത്രവും മറ്റേ ഗോത്രവും ഇപ്പുറത്തുള്ള ജൂതഗോത്രവും മറ്റേ ഗോത്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ശത്രുതയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായ ഒരു നേതൃത്വമോ അല്ലെങ്കിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ഗോത്ര രൂപമോ ഒരു രാഷ്ട്രീയ സംവിധാനമോ ഒരു മത സംവിധാനമോ ഒന്നും മദീനയിലെ ഈ പേഗൻസിന് ഉണ്ടായിരുന്നില്ല. ജൂതന്മാരാണെങ്കിൽ അവർ സെപ്പറേറ്റ് ഗോത്രങ്ങളായിട്ട് അവർ ജീവിച്ചിരുന്നു. ഈ ജൂതന്മാരവിടെ നേരത്തെ വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരാണ്. ജൂതന്മാർ 1-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ നിന്ന് ഒക്കെ യൂതന്മാരെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഓടിക്കപ്പെട്ട സമയത്ത് കുറേ പേര് തെക്കോട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് എത്തി അവിടെ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെ സെറ്റിൽ ചെയ്ത ആളുകളാണ് ജൂതന്മാർ. എന്നാൽ പേഗൻസ് പിന്നീട് അവിടെ വന്നു ചേർന്നവരാണ്. യമനിലൊക്കെ പല കുഴപ്പങ്ങളും ഉണ്ടായ സമയത്തും പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്തും അവിടെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായ സമയത്തും യമനിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് മദീനയിൽ ഈ ജൂതന്മാരോടൊപ്പം കൂടിയ ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന പേഗൻസ്. അവിടുത്തെ ഏറ്റവും ആദിമനിവാസികൾ ജൂതരാണ്, അതിനുശേഷം വന്നവരാണ് മറ്റ് പേഗൻസ്. അങ്ങനെയുള്ള ഒരു സമൂഹം ആണ് മദീനയിലുണ്ടായിരുന്നത്. മദീനയിലെ ഈ പേഗൻ ഗോത്രങ്ങളുമായിട്ടാണ് മുഹമ്മദ് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നത്. മുഹമ്മദ് പീഡനം സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് അങ്ങോട്ട് മദീനയിലേക്ക് ഓടിപ്പോയതൊന്നല്ല. 3 വർഷം നീണ്ടു നിന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് മുഹമ്മദ് മദീനയിലേക്ക് പോരുന്നത്. ആ ഉടമ്പടിയുടെ യഥാർത്ഥ വ്യവസ്ഥകൾ എന്തായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ പോലും മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആ യഥാർത്ഥ ഉടമ്പടി വ്യവസ്ഥകൾ പുറത്തു പറയാൻ പറ്റാത്തതായിരുന്നു. ചതി തന്നെയായിരുന്നു ആ കരാറിലും ഉണ്ടായിരുന്നത്. അവിടെ മക്കക്കാരെ ചതിക്കുക, പിന്നെ ഈ ഉടമ്പടി ഉണ്ടാക്കിയ മദീനക്കാരെ തന്നെ ചതിക്കുക എന്ന ഇരട്ട ചതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുഹമ്മദ്
ഈ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ആ കരാറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോന്ന മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളും പതുക്കെ പതുക്കെ മദീനക്കാരുമായി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി അവിടുത്തെ ജൂതന്മാരോടും മറ്റും ശത്രുതാപരമായി പെരുമാറി തുടങ്ങിയപ്പോഴാണ് മദീനയിലെ ചില ഗോത്രത്തലവന്മാരും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളും മുഹമ്മദിൻ്റെ എതിർക്കാനും വിമർശിക്കാനും ഒക്കെ തുടങ്ങിയത്. അതോടുകൂടി മുഹമ്മദിന് സ്വന്തം അനുയായികൾക്കിടയിൽ തന്നെ ശത്രുക്കൾ രൂപപ്പെടുമോ എന്ന ഭയവും ആശങ്കയും ഉടലെടുത്തു. അതിന് മുഹമ്മദ് കണ്ടെത്തുന്ന ഒരു പരിഹാരമാണ് അവരെയൊക്കെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നരകം പറഞ്ഞ് പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക. നിങ്ങളൊക്കെ അള്ളാഹുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ നരകത്തിൽ അടിത്തട്ടിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചുകൊണ്ടും അവർ മുനാഫിക്കുകളാണ്, അവർ വിശ്വാസികളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ കാടടച്ച് വെടിവെക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്, ആർക്കെതിരാണ് ഈ ഒളിയമ്പ് ചെയ്യുന്നത് എന്ന് വ്യക്തവുമല്ല. പക്ഷേ വ്യാഖ്യാനിച്ച ആളുകൾ, ഖുർആൻ വ്യാഖ്യാനിച്ച ആളുകൾ ഇതൊക്കെ ഇന്ന ആളുകളെക്കുറിച്ചാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യാഖ്യാനങ്ങൾ എഴുതപ്പെടുന്നത് ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ചരിത്രം ഒരുപാട് മുന്നോട്ട് പോയതിന് ശേഷം ആരൊക്കെയാണ് മുഹമ്മദിനെ പിന്നീട് പാരവെക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വ്യാഖ്യാനങ്ങൾ എഴുതപ്പെടുന്നത്. അപ്പോൾ വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്തു, അവരുടെ ഊഹമനുസരിച്ച് അത് ഇന്ന ആളുകളെക്കുറിച്ചാണ് എന്നവരങ്ങ് വ്യാഖ്യാനിച്ചുണ്ടാക്കി. അങ്ങനെ ചില വ്യക്തികളുടെ പേരുകളൊക്കെ ഇതിനകത്ത് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. പക്ഷേ ആ വ്യക്തികളുടെ പിന്നീടുള്ള ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ മുഹമ്മദ് അവരെ ഒരിക്കലും അവർ മരിക്കോളം മുഹമ്മദ് കൈവിട്ടതായിട്ട് കാണുന്നില്ല. അവരിത്രയും വലിയ ഭീകരമായിട്ടുള്ള മുനാഫിക്കുകളും ചതിയന്മാരും നരകത്തിൻ്റെ അടിത്തട്ടിൽ പോകാനുള്ളവരുമാണെങ്കിൽ മുഹമ്മദ് അവരുമായിട്ടുള്ള ബന്ധം അള്ള പറഞ്ഞു കൊടുത്ത ഉടനെ ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ മരിക്കോളം മുഹമ്മദിന് വേണ്ടി യുദ്ധം ചെയ്യുകയും മുഹമ്മദിൻ്റെ കൂടെ ജീവിക്കുകയും അവസാനം വരെയും മുഹമ്മദിൻ്റെ പക്ഷത്ത് തന്നെ നിലകൊള്ളുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ അള്ളാഹു ഈ കാടടക്കി അധിക്ഷേപിക്കേണ്ട ആവശ്യം എന്താണ്? അള്ളാഹുവിന് നേരിട്ട് ഇന്ന ആൾക്കാർ ഇവർ ചതിയന്മാരാണ്, ഇവർ അവിശ്വാസികളാണ്, ഇവർ മുനാഫിക്കുകളാണ്, അതുകൊണ്ട് അവരെ മുഹമ്മദെ മാറ്റി നിർത്തിക്കളാ എന്ന് കൃത്യമായിട്ട് ചങ്കിലും പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തുകൂടെ? ഇന്ന ആളാണ്, അതാ ആ ആളാണ്, ഈ ആളാണ്, മറ്റേ ആളാണ്, അവരെ കൊണ്ട് ഒഴിവാക്കിക്കളാ, അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് അള്ള പറയണ്ടേ? അത് പറയാൻ അള്ളാഹ്ക്ക് വിവരമല്ല. അള്ളാഹുവിന് സംശയമാണ്. ആരൊക്കെയോ ചതിക്കുന്നവരുണ്ട്, പാര വെക്കുന്നവരുണ്ട്, രണ്ട് തോണിയിൽ കാല് വെക്കുന്നവരുണ്ട് എന്ന് മുഹമ്മദിൻ്റെ സംശയം അള്ളാഹുവും സംശയമായിട്ട് മനസ്സിൽ വെച്ചിട്ട് കൊള്ളുന്നിടത്ത് കൊണ്ടോട്ടെ എന്നുള്ള നിലക്ക് പറഞ്ഞു പോയ കുറേ ആക്ഷേപവാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. അപ്പോൾ മക്കയിൽ മുശ്രിക്കുകൾ എന്ന് പറയുന്ന ബഹുദൈവാരാധകർ എന്ന് പറയുന്ന ആളുകളെയാണ് നിരന്തരമായിട്ട് ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും പയ്യാരം പറയുകയും ചെയ്തിരുന്നതെങ്കിൽ മദീനയിലെത്തിയതോടുകൂടി മുഹമ്മദിൻ്റെ പയ്യാര കമ്മിറ്റിയിലേക്ക് വേറൊരു വിഭാഗം കൂടെ വന്നു. ഒരു വിഭാഗമല്ല, രണ്ട് വിഭാഗമാണ് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നത് ഇത് ജൂതന്മാരെക്കുറിച്ചാണ് എന്ന് കുറേ സ്ഥലത്ത് പറയുന്നു. വേറെ ചിലർ പറയുന്നു ഇത് മുഹമ്മദിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അൻസാറുകളെക്കുറിച്ചാണ് എന്ന് പറയുന്നു. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. നമുക്കിതിൽ 8ാമത്തെ വാക്യം മുതൽ ഓരോ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പശ്ചാത്തലം എന്താണ് എന്ന് പറയാം. 8ാമത്തെ വാക്യം, ഞങ്ങൾ അള്ളാഹുവിലും അവസാന ദിവസത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്, അവർ ഒട്ടും വിശ്വസിച്ചവരല്ല. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ കുറച്ച് പേരങ്ങനെ ഉണ്ട്, ഒരു വിശ്വാസികളല്ല എന്ന് പറയുന്നത്? സർവജ്ഞാനിയായ അള്ളാഹുവിന് മുഹമ്മദേ എൻ്റെ കൂട്ടത്തിലുള്ള ഇന്ന ആൾക്കാർ വിശ്വാസികളല്ലട്ടോ എന്ന് നേരിട്ടങ്ങോട്ട് പറഞ്ഞൂടെ? നേരിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഈ ശത്രുക്കളെ കണ്ടുപിടിക്കാൻ കഴിയും, അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ അവരെ നാട് കടത്താം, അവരല്ലെങ്കിൽ അവരെ കൊല്ലാം. ഇതൊക്കെ ചെയ്ത ആളാണ് മുഹമ്മദ്. ഇതൊക്കെ ചെയ്യുന്ന മുഹമ്മദിനോട് മുഹമ്മദിൻ്റെ അള്ളാഹു എന്തുകൊണ്ട് ഇന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 2 ഗുണം കിട്ടുമായിരുന്നു മുഹമ്മദിനും കൂടെ ഉള്ളവർക്കും അള്ളാഹ്ക്കും. എന്താ ഗുണം? അള്ളാഹു സർവജ്ഞാനിയാണ് എന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ കള്ളത്തരമൊന്നും നടക്കൂല എന്നും അവിടെയുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കും. അതോടുകൂടി ഈ മുനാഫിക്കുകളായ ആളുകൾ പോലും വിശ്വാസികളായി മാറും. കാരണം ഇന്ന ആളെ പിടിച്ചിട്ട് അയാളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇന്നതൊക്കെയാണ്, അയാൾ ചതിയാണ് ഉദ്ദേശിക്കുന്നത്,
അയാൾ ഇന്നതൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് സർവ്വജ്ഞാനിയായ അള്ളാഹു അങ്ങോട്ട് ആയത്തിറക്കി പറഞ്ഞാൽ അയാൾ പോലും ആ നേരം വിശ്വാസിയായി മാറൂലേ? കാരണം അയാൾക്ക് ബോധ്യപ്പെടില്ലേ മുഹമ്മദ് യഥാർത്ഥത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ്, ദൈവം സർവ്വജ്ഞാനിയാണ് എന്ന് ബോധ്യപ്പെടും. അതോടുകൂടി പിന്നെ അവിശ്വാസത്തിൻ്റെയും പിന്നെ കപടവിശ്വാസത്തിൻ്റെ ഒന്നും പ്രശ്നമേ മദീനയിൽ ഉദിക്കുകയില്ല. എന്ന് മാത്രമല്ല, ജൂതന്മാർ പോലും കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. എന്തേ മുഹമ്മദിൻ്റെ അള്ളാഹുവിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ കഴിയാതെ പോയത്? കാരണം മുഹമ്മദിന് അറിയില്ല ആരാണ് കൃത്യമായിട്ട് മുനാഫിക്ക്, ആരാണ് വിശ്വാസി എന്നറിയില്ല, ആരാണ് നാളെ ചതിക്കാൻ പോകുന്നത് എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. അതേ സമയത്ത് മുഹമ്മദിന് പല ആളുകളെയും സംശയമുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് ആളെ പറയാതെ കാടടക്കി ഇങ്ങനെ വെടിവെക്കുന്നത്. ഇത് അള്ളാഹു എന്ന സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ വചനമാണോ, അതോ മുഹമ്മദ് എന്ന സന്ദേഹിയുടെ മനസ്സിലുള്ള സന്ദേഹങ്ങൾ പുറത്തേക്ക് വന്നതാണോ? കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ അറിയാം. ഇനി 9-ാമത്തെ വാക്യം, അവർ അള്ളാഹുവേയും സത്യവിശ്വാസികളെയും ചതിക്കുന്നു, അവർ തങ്ങളെ തന്നെയല്ലാതെ ചതിക്കുന്നില്ല, എന്നാൽ അവരതറിയുന്നില്ല. അവരല്ലാഹുവിനെയാണ് ചതിക്കുന്നതെങ്കിൽ അള്ളാഹു ആ ചതി അപ്പം മനസ്സിലാക്കി അപ്പം തന്നെ എടാ നീ എന്നെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോരെ? ആളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞൂടെ? ചങ്കിന് പിടിക്കണ്ട അപ്പം തന്നെ അള്ളാഹു. അല്ലാതെ അവരിന്ന ചതിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് പയ്യരം പറയുകയാണോ? സർവജ്ഞാനി സർവശക്തനായ ഒരു പഠിച്ചോൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആരാണ് ചതിക്കുന്നത്? ഇവിടെ അള്ളാഹുവിനെ മുനാഫിക്കുകൾ ചതിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ മുഹമ്മദ് സ്വന്തം അനുയായികളെയും അപ്പുറത്തുള്ളവരെയും ചതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം, മുഹമ്മദ് മക്കക്കാരെ ചതിച്ചു, മുഹമ്മദ് കൂടെ ഉണ്ടായിരുന്ന മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ ചതിച്ചു, അവസാനം മുഹമ്മദ് മദീനക്കാരെയും ചതിച്ചു. അതിൻ്റെയൊക്കെ നിരവധി തെളിവുകൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു, ഇനിയും കാണാൻ പോകുന്നു. ഒരു ഉദാഹരണം ഞാൻ മുമ്പ് ചർച്ച ചെയ്ത ഉദാഹരണം തന്നെ പറയാം. ജൂതന്മാരുമായിട്ട് ആത്മബന്ധമുള്ളവരായിരുന്നു ഈ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രക്കാരെന്ന് ഞാൻ പറഞ്ഞു. ആത്മബന്ധം മാത്രമല്ല, അവരുമായിട്ട് സൈനിക സഖ്യവും അവരുമായിട്ട് സൗഹൃദ ബന്ധവും കുടുംബപരമായിട്ടുള്ള ബന്ധം വരെ നിലനിർത്തി പോന്നിരുന്നവരാണ്. മക്കളെ അവരെ വളർത്താനേൽപ്പിക്കുകയും മക്കളെ ജൂതന്മാരാക്കി വളർത്തുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ജൂതന്മാരുമായി വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ഈ മദീനക്കാർ തന്നെയാണ് മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരിൽ പലരും. അവർ മുഹമ്മദിൻ്റെ കൂടെ കൂടുമ്പോൾ അവരുമായുണ്ടായ ഉടമ്പടിയിൽ അവരോട് സഖ്യം ചേർന്നിട്ടുള്ളവരെ മുഹമ്മദ് ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല എന്നും അവരുമായി സഖ്യത്തിലുള്ളവരുമായിട്ട് മുഹമ്മദ് സഹകരിക്കുമെന്നുമാണ് ഉടമ്പടിയിലുണ്ടായിരുന്നത്. പക്ഷേ മദീനയിലെത്തിയപ്പോൾ മുഹമ്മദ് ജൂതന്മാരുടെ നേരെ വേറെ സമീപനം സ്വീകരിക്കാൻ തുടങ്ങി. ജൂതന്മാരെ മതം മാറാൻ, മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കാനും മുഹമ്മദ് ഇങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് ജൂതന്മാരുമായി ആത്മബന്ധവും സഖ്യവും ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ അനുയായികളായി വന്ന അൻസാറുകൾക്ക് ചില അസംതൃപ്തി രൂപപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാൽ, സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി തന്നെ മുഹമ്മദിനോട് ഈ ജൂതന്മാരെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി വന്ന് സംസാരിക്കും. അവർ നല്ല മനുഷ്യരാണ്, അവർ വളരെ അറിവുള്ളവരാണ്, സംസ്കാരമുള്ളവരാണ് എന്ന് പറഞ്ഞ് ജൂതന്മാരുടെ നന്മകൾ ഇങ്ങനെ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പുകഴ്ത്തി പറയലായിരുന്നു ഈ സൽമാൻ ഫാരിസിൻ്റെ പണി. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൽമാൻ്റെ മുഖമാകെ വാടി, സൽമാൻ മൂഡൗട്ടായിട്ട് കണ്ണുള്ളിൽ വെള്ളം നിറച്ചിരുന്നു. അത് കണ്ടപ്പോൾ മുഹമ്മദിന് സഹതാപം തോന്നി. ഉടനെ മുഹമ്മദ് ആയത്തിറക്കി, ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ അല്ലെങ്കിൽ ഏത് മതക്കാരനാവട്ടെ ഓരൊക്കെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഓർക്കൊക്കെ മോക്ഷം കിട്ടും, ഓരൊന്നും ബേജാറാവേണ്ടതില്ല എന്ന് ഒരായത്തങ്ങോട്ട് ഇറക്കി. ആയത്തിറക്കിയപ്പോൾ സൽമാൻ ഭയങ്കര സന്തോഷമായി. സൽമാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സൽമാൻ തന്നെ പറയുന്നത്, എൻ്റെ തലയിൽ നിന്നൊരു മലയുടെ ഭാരം ഇറക്കി വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആയത്തൊക്കെ വരുന്നുണ്ട് ഈ അധ്യായത്തിൽ, നമ്മൾ അവിടെ വെച്ചിട്ട് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ജൂതന്മാർ നല്ല മനുഷ്യരാണെന്നും അവർ സ്വർഗത്തിൽ പോകുമെന്നും അവർക്കൊരു കുഴപ്പമില്ല എന്നും അള്ളാഹു ആയത്തിറക്കി പറയുകയും അതിനു മുമ്പ് ജൂതന്മാർ എന്തായാലും നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് സ്വന്തമായിട്ട് പറയുകയും ചെയ്ത നാടകമൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ജൂതന്മാരെ പിന്നെ എന്തിനാണ് മുഹമ്മദ് മതം മാറാൻ നിർബന്ധിക്കുകയും അവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ വന്നപ്പോൾ അവരുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന അൻസാറുകളുടെ ചില ഗോത്ര നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക്
മുഹമ്മദിനോട് വിയോജിപ്പുണ്ടായി. അവരത് പ്രകടിപ്പിച്ചു. അതിൻ്റെ പേരിൽ മുഹമ്മദും ഇവരും തമ്മിൽ വഴക്കുണ്ടായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ബനു കൈനുക്ക എന്ന് പറയുന്ന ജൂതഗോത്രവുമായിട്ട് മുഹമ്മദ് പിന്നീട് ഒരു ചെറിയ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ അക്രമം നടത്തുകയും ആ ഗോത്രത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും സമ്പൂർണമായി കീഴടങ്ങിയ ശേഷം ആ ഗോത്രക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ മുതിരുകയും ചെയ്ത സന്ദർഭത്തിലാണ് അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന ഖസ്റജ് ഗോത്രത്തിലെ നേതാവ് മുഹമ്മദിൻ്റെ കൊല്ലിക്ക് പിടിച്ചത്. കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. മുഹമ്മദിൻ്റെ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, അവരെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂതന്മാർക്ക് വേണ്ടി ഈ അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് മുഹമ്മദിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അവിടം തൊട്ടാണ് മുഹമ്മദിന് പ്രത്യക്ഷമായിട്ട് അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന ഖസ്റജ് നേതാവുമായിട്ട് ഉടക്ക് വരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ചരിത്രകാരന്മാർ ഈ മുനാഫിക്ക് എന്ന് പറയുന്നത് പ്രധാനമായും ഈ അബ്ദുള്ളയെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ബനു കൈനുക്ക ഗോത്രത്തെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ആ സമയം വരെയും അബ്ദുല്ലാ ഇബ്നു ഉബയ്യും മുഹമ്മദും തമ്മിൽ അങ്ങനെയുള്ള പ്രത്യക്ഷമായ ഉടക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് എപ്പോഴാണ് എന്ന കാര്യം വളരെ ദുരൂഹമാണ്. കാരണം ആരും പറയുന്നില്ല. പലരും ഓരോ ആയത്തിൻ്റെയും പെറുക്കിയെടുത്തിട്ട് അത് ഈ ബനു കൈനുക്ക സംഭവത്തിന് ശേഷമാണ്, ബദർ യുദ്ധത്തിന് ശേഷമാണ്, അപ്പുറത്താണ് ഇപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാക്കേജായിട്ട് ഇറങ്ങിയ ആയത്തുകൾ 10 കൊല്ലത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം കൂടെ ഇവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരുമിച്ച് വന്നതാണ്. ഇത് ഒരുമിച്ച് വരുന്നത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ഉടനെയാണ്. മദീനയിലെത്തിയ ഉടനെ മുഹമ്മദിന് കൂടെ വന്നവരിലും കുറേ പേരെക്കുറിച്ചും മദീനയിലുണ്ടായിരുന്ന കുറേ പേരെക്കുറിച്ചും ഒക്കെ സംശയമുണ്ടായിരുന്നു. മാത്രമല്ല, മുഹമ്മദിന് മദീനക്കാർ വിശ്വസിച്ചിട്ടാണ് കൂടെ കൂടിയത് എന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദിന് അറിയാം കള്ളന്മാരാണെന്നുള്ളത്. മുഹമ്മദ് അവരുമായിട്ടുണ്ടായിരുന്ന കരാറ് വിശ്വാസത്തിൻ്റെയോ പ്രവാചകത്വത്തിൻ്റെയോ അള്ളാൻ്റെയോ ഒന്നും കരാറായിരുന്നില്ല. അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള കരാറായിരുന്നു. മറ്റവരെ മക്കാരെ കൊള്ളയടിക്കാനുള്ള കരാറായിരുന്നു. കൊള്ളയടിച്ചാൽ കിട്ടുന്ന കൊള്ള മുതൽ തുല്യമായി പങ്കുവെക്കുമെന്നുള്ള കരാറായിരുന്നു. ആ കരാറ് പോലും പിന്നീട് ലംഘിക്കുന്നുണ്ട്. മുഹമ്മദ് ചതിയേ ചെയ്തിട്ടുള്ളൂ. ചരിത്രത്തിലുടനീളം മുഹമ്മദ് സ്വന്തക്കാരെ ചതിച്ചിട്ടുണ്ട്, എതിരാളികളെ ചതിച്ചിട്ടുണ്ട്, എല്ലാവരെയും ചതിച്ച കൂട്ടത്തിൽ അവരെയും ചതിച്ചു. അപ്പോൾ അവരുമായി ഉണ്ടാക്കിയ ഉടമ്പടിക്ക് വിരുദ്ധമായിട്ടാണ് ഈ ജൂതഗോത്രങ്ങൾക്കെതിരായിട്ട് മുഹമ്മദ് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് അൻസാറുകളായിട്ടുള്ള പല ആളുകളും മുഹമ്മദിനെതിരായിട്ട് തിരിഞ്ഞത്. ആ സന്ദർഭത്തിലൊക്കെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ തെറ്റാണ്. മറിച്ച് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് ആദ്യഘട്ടത്തിൽ തന്നെയാണ്. മുഹമ്മദ് ഈ ചതിയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആരും എന്നെ എതിർക്കരുത്, എൻ്റെ അപ്രമാദിത്വം എല്ലാവരും അംഗീകരിച്ചോളണം എന്നുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഉണ്ടയില്ലാ വെടി, ഒരു കാടടക്കി വെടിയാണ് ഈ പാക്കേജിലുള്ള വാക്യങ്ങൾ. 10ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളിൽ കഠിനമായ രോഗമുണ്ട്, അങ്ങനെ അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായ കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആർക്കാണ് ശിക്ഷ? ആരാണ് കളവ് പറയുന്നത്? മര്യാദക്കൊണ്ട് പറഞ്ഞുകൂടെ ഇന്ന ആളാണെന്നുള്ളത്? എന്തേ അത് പറയാതെ ഇങ്ങനെ കാടടക്കി വെടിയേക്കുന്നത്? സർവ്വജ്ഞാനിയായ അള്ളാഹുവിന് അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം അവർക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സ്വന്തം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറയല്ലേ അള്ളാഹു ചെയ്യേണ്ടത്? മറിച്ച് ഓർക്ക് അങ്ങനെ രോഗമുണ്ട്, അതുപോലെ രോഗം ഞാൻ വർദ്ധിപ്പിക്കും. അവിടെ അള്ളാഹു ഇബ്ലീസിൻ്റെ പണിയും കൊണ്ടുവരികയാണ്. എന്താ അതിൻ്റെ ആവശ്യം അള്ളാഹുവിന്? അവർക്ക് അങ്ങനെ രോഗം ഉണ്ടെങ്കിൽ ഇതാ ഇന്ന ആൾക്ക് ഇന്ന രോഗമുണ്ട്, ഓനെ പിടിച്ച് പുറത്താക്ക് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഓർക്കൊക്കെ അങ്ങനെ രോഗമുണ്ട്, ഓലെ രോഗം ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദിൻ്റെ മനസ്സിൽ ചില ആൾക്കാരെ സംശയം ഉണ്ടായിരുന്നു. അവർ കൂടുതൽ പാരവയ്ക്കുമെന്ന് മുഹമ്മദിന് ആശങ്ക ഉണ്ടായിരുന്നു. ആ ആശങ്ക മുഹമ്മദ് ഉണ്ടയില്ലാ വെടിയായിട്ട് കാച്ചുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ അബ്ദുള്ള, ജദ്, മുആത്തിബ് എന്ന് പറയുന്ന മദീനക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ ഗോത്ര നേതാക്കന്മാരായിരുന്നു അവിടുത്തെ. അവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള വ്യാഖ്യാതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മുഹമ്മദിന് പലരെയും സംശയം ഉണ്ടായിരുന്നു, അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അവർ കളവ് പറയുന്നു എന്നാണ് ഇവിടെ ആക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ കളവ് പറഞ്ഞതും ചതിച്ചതും അവരല്ല, ഈ മുഹമ്മദും മുഹമ്മദിൻ്റെ ഡമ്മിയായ അള്ളാഹുവും തന്നെയാണ് ചതി പ്രയോഗിച്ചതും കളവ് പറഞ്ഞതും. ജൂതന്മാരുമായിട്ട് നമ്മളൊരു കുഴപ്പത്തിനും പോവില്ല, അവർ നിങ്ങളുമായിട്ട് സഖ്യത്തിലുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ സഹായിക്കും, അവരുമായി സഹകരിക്കും എന്നായിരുന്നു മുഹമ്മദ് ഉണ്ടാക്കിയ കരാറ്.
അത് നുണയായിരുന്നു എന്നാണ് പിന്നീട് മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യമായത്. അപ്പോഴാണ് അവർ മുഹമ്മദിനെതിരെ തിരിഞ്ഞത്. അപ്പോഴാണ് മുഹമ്മദിൻ്റെ അള്ളാഹു മുനാഫിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നത്. ഇനി 11, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ് എന്നവർ മറുപടി പറയും. ഈ പറഞ്ഞത് ജൂതന്മാരെക്കുറിച്ചാണ് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. എന്നാൽ ഇത് ആരെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് മറ്റു പല വ്യാഖ്യാതാക്കളും പറയുന്നു. നമ്മുടെ സുന്നി തഫ്സീറുകാർ പറയുന്നത് ഇത് ഇവിടുത്തെ വഹാബികളെ, ഇവിടുത്തെ മുജാഹിദുകളെ കുറിച്ചാണ് എന്നാണ്. അതിൻ്റെ കോമഡി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ് എന്നവർ മറുപടി പറയും. ആര്? മുനാഫിക്കുകൾ. അപ്പോൾ ആരാണ് അങ്ങനത്തെ മുനാഫിക്കുകൾ എന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ സുന്നി മൂല്യർ പറയുകയാണ്, ഇതാണ് ഇന്നത്തെ വഹാബികൾ, അവർ മുനാഫിക്കുകളാണ്. ഖുർആനിൽ ഈ പറയുന്ന ലക്ഷണമൊക്കെ ഇവിടെ കാണിക്കുന്നത് ഇവിടുത്തെ മുജാഹിദുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുന്നി മൂല്യരെ എഴുതി വെച്ച ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നടക്കുന്ന സംഭവഗതികളിലേക്ക് കണ്ണോടിച്ചാൽ മേൽപ്പറഞ്ഞ വസ്തുത വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അനേകം കൊല്ലങ്ങളായി മുസ്ലിങ്ങൾക്കിടയിൽ നിരാക്ഷേപം നടന്നു വരുന്നതും ഇസ്ലാമിക നിയമങ്ങൾക്കൊട്ടും വിരുദ്ധമല്ലാത്തതോ മതവിധികളാൽ സ്ഥാപിതമായതോ ആയതുമായ പല കാര്യങ്ങളെയും കണ്ടമാനം ആക്ഷേപിക്കുകയും അത് ചെയ്യുന്നവരെ ശിർക്ക് കൊണ്ടും വിദ്അത്ത് കൊണ്ടും മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ നാം കണ്ടുവരുന്നു. പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, പ്രസിദ്ധീകരണങ്ങൾ മുതലായവയാൽ അവരുടെ പ്രചാരവേല അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി എത്രയോ സ്നേഹത്തിലും യോജിപ്പിലും കഴിഞ്ഞു വന്നിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ആഴമേറിയ വിടവുകൾ സംജാതമായി. പള്ളി, മദ്രസ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾ വേറെ വേറെയായി തീരുകയും ജുമുഅ മുടങ്ങിപ്പോവുകയും ചെയ്യുന്നു. കച്ചേരിയും കോടതിയും കയറേണ്ടി വരികയും കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ കുറച്ചൊന്നുമല്ല. നിങ്ങളിങ്ങനെ കുഴപ്പമുണ്ടാക്കരുത് എന്നവരോട് ഉണർത്തപ്പെടുമ്പോൾ ഞങ്ങൾ പരിഷ്കർത്താക്കളാണ്, ദുഷിച്ച മാർഗങ്ങൾ പരിഷ്കരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവരുടെ മറുപടി. എന്നാൽ തങ്ങൾ കുഴപ്പമുണ്ടാക്കുകയാണെന്ന് അവർ തീരെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ സുന്നി മുസ്ലിയാർ ഈ ആയത്തെടുത്തിട്ടിട്ട് നേരെ മുജാഹിദുകളുടെ നെഞ്ചത്തേക്ക് വെടിവെച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് മുജാഹിദുകളാണ്, എന്നാൽ അവരോട് അത് കുഴപ്പമുണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും അവർ ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് അവർ പറയും. അവർ ഭയങ്കര ഫസാദാണ് സമുദായത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് സുന്നി മൂല്യർ ഇവിടെ പറയുന്നത്. അവിടെ ഇത് ജൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. എന്നാൽ അത് മുനാഫിക്കുകളായിട്ടുള്ള വേറെ പലരെയും കുറിച്ചാണ് പറഞ്ഞത് എന്ന് മറ്റു വ്യാഖ്യാനങ്ങളിലും പറയുന്നു. അപ്പോൾ ആരാണ് മുനാഫിക്ക്, ആരാണ് സത്യവിശ്വാസി എന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ തന്നെ അടിയാണ്, തീരുമാനമായിട്ടില്ല. 12, അറിയുക, നിശ്ചയമായും അവർ കുഴപ്പമുണ്ടാക്കുന്നവർ തന്നെയാണ്, പക്ഷേ അതവർ ഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഗ്രഹിക്കുന്ന അള്ളാഹു അവിടെ ഉണ്ടല്ലോ. അള്ളാഹുവിന് പറഞ്ഞു കൊടുത്തൂടെ? ഓരോരുത്തരെയും പിടിച്ചു വെച്ചിട്ട് ഈ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഓനോട്ട് പിടിച്ചിട്ട് ശരിക്കും ഇവൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇവൻ ചതിയനാണ് എന്ന് പരസ്യമായിട്ട് അള്ളാഹുവോട് പറയണ്ടേ? അള്ളാഹു പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹു ആണ് ഈ പറയുന്നത് എന്ന് ബോധ്യപ്പെടുകയും എല്ലാവരും നിഫാക്കൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും കപടവിശ്വാസം ഒഴിവാക്കിയിട്ട് സത്യവിശ്വാസികളാവുകയും ചെയ്യൂലേ? ജൂതന്മാരടക്കം പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വരില്ലേ? അള്ളാഹു ആണ് ഇതൊക്കെ പറയുന്നത് എന്ന് തെളിയിക്കാൻ ഏറ്റവും പറ്റിയ അവസരമായിരുന്നില്ലേ? യഥാർത്ഥ മുനാഫിക്കാരാണ് എന്ന് അള്ളാഹുവിന് കയ്യോടെ പിടികൂടിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? എന്തേ അള്ളാഹു അതൊന്നും പറയാതെ ഇങ്ങനെ കൊള്ളുന്നിടത്ത് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാടടക്കി വെടിവെക്കുന്നത്? അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദാണ്. മുഹമ്മദിന് അത്രേ കഴിയുള്ളായിരുന്നു. അതാണ് അതിൻ്റെ വസ്തുത. 13, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ ആ ഭോഷന്മാർ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ ചോദിക്കുന്നു. അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, പക്ഷേ അവരതറിയുന്നില്ല. ഒരു പടച്ചോൻ്റെ നിലവാരം നോക്കുക നിങ്ങൾ. ഭോഷന്മാർ, ആ പൊട്ടന്മാർ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചില ആൾക്കാർ പറഞ്ഞിരുന്നു എന്നോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ചില അൻസാർ നേതാക്കന്മാർ ജൂതന്മാരടുത്ത് പോയിട്ട് ഞങ്ങൾ മുഹമ്മദ് പറയുന്നതിലൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല, നമുക്ക് നമ്മളെ പഴയ ബന്ധങ്ങളൊക്കെ തുടരാം എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. കാരണം മുഹമ്മദ് ചതിയനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് മുഹമ്മദിനെ അതുപോലെ കബളിപ്പിക്കാനും ചതിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് മുഹമ്മദിന് പരോക്ഷമായിട്ട് വിവരങ്ങൾ കിട്ടി. മുഹമ്മദിൻ്റെ ചാരന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആളെ പേരൊന്നും
വ്യക്തമായിട്ട് മുഹമ്മദിന് പറയാൻ കഴിയുന്നില്ല. മുഹമ്മദ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ ഉദ്ദേശങ്ങളൊട്ടും നടക്കില്ല. ഇവരെല്ലാവരും തെറ്റിപ്പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ ദൗത്യം പരാജയപ്പെടും. അതുകൊണ്ട് മുഹമ്മദ് അങ്ങനെയുള്ളവരെയൊക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും അതേ സമയത്ത് അവരെ തൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് തന്നെ നിർത്താൻ വേണ്ടി ഇതുപോലെയുള്ള ചില ചപ്പടി വിദ്യകൾ കാണിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ചപ്പടി വിദ്യകൾ തന്നെ മുഹമ്മദിൻ്റെ കള്ളത്തരം വ്യക്തമാക്കുന്നതാണ്. മുഹമ്മദിൻ്റെ അള്ളാഹു വെറും കാപഢ്യമായിരുന്നു എന്നും വെറും കള്ളത്തരമായിരുന്നു എന്നതിന് ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? അങ്ങനെ ആരെങ്കിലുമൊക്കെ രണ്ട് തോണിയിലും കാലിട്ട് മുഹമ്മദിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ അപ്പം തന്നെ പിടികൂടി കൊടുക്കണ്ടേ അള്ളാഹുവിന് അതിന് കഴിയില്ല. കാരണം അള്ളാഹുവിന് അങ്ങനത്തെ ചതിയൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല എന്ന് പലയിടത്തും നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് 70 ഹാഫിളുകളെ കൂട്ടിക്കൊണ്ടുപോയി ചതിച്ചു കൊന്ന ജൂതന്മാരുടെ ആ കാര്യം അവരെ പോലും തിരിച്ചറിയാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ലല്ലോ. അള്ളാഹു പറഞ്ഞു കൊടുത്തില്ലല്ലോ മുഹമ്മദിനോട് ഇവരെ കൊണ്ടുവന്ന് ചതിച്ചു കൊല്ലാനാണെന്ന്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് എന്താണ്? മുഹമ്മദിൻ്റെ ഒരു ഡമ്മി മാത്രമായിരുന്നു, മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി മാത്രമായിരുന്നു അള്ളാഹു. സർവജ്ഞാനിയായ ഒരു അള്ളാഹുവിൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇതാണ് ഈ ഖുർആനിൽ നിന്ന് സാമാന്യ യുക്തിബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 14 സത്യവിശ്വാസികളെ അവർ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു എന്നവർ പറയും. അവരുടെ പിശാചുക്കളുമായി അവർ തനിച്ചാകുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടുകൂടെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും അവർ പറയും. നോക്കിവിടെ ജൂതന്മാരെക്കുറിച്ചാണ് ഈ പിശാചുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ജൂതന്മാരെക്കുറിച്ചാണ് സൽമാനുൽ ഫാരിസിനോട് അവർ നല്ല മനുഷ്യന്മാരാണ്, അവർക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മനുഷ്യന്മാർ വിശ്വസിക്കുക? വിശ്വസിച്ചിട്ടല്ല മദീനക്കാരും മക്കക്കാരും മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മുഹമ്മദിൻ്റെ ചതിയിൽ പെട്ടുപോവുകയും പിന്നെ ഭൗതികമായിട്ടും രാഷ്ട്രീയമായിട്ടും ലാഭമുള്ള ഒരു കച്ചവടമാണ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മുഹമ്മദിൻ്റെ കൂടെ കുറേ അനുയായികൾ കൂടിയത്. മുഹമ്മദ് മരിച്ചതിൻ്റെ പിറ്റേന്ന് അവരെല്ലാവരും വിട്ടുപോകുന്നതും നമ്മൾ ഈ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസം കൊണ്ടായിരുന്നില്ല മദീനക്കാർ മുഹമ്മദിൻ്റെ കൂടെ കൂടിയത് എന്ന് വ്യക്തമാണ്. ഇവിടെ അവർ ജൂതന്മാരുമായിട്ട് നേരത്തെയുള്ള ആത്മബന്ധം തുടരുന്നത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ജൂതരെയും അവരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അവരെ ജൂതന്മാരെ ഇങ്ങനെ പിശാചുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തെറി വിളിക്കുന്നത്. അങ്ങനെ അവരെ ചതിച്ചതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാ ഇബ്നു ഉബയ്യിനെ പോലെയുള്ള ആളുകൾ മുഹമ്മദിൻ്റെ കൊല്ലിക്ക് പിടിച്ചതും മുഹമ്മദിനെ കയ്യേറ്റം ചെയ്യുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും. 15 അള്ളാഹു അവരെ പരിഹസിക്കുകയും തങ്ങളുടെ അതിക്രമത്തിൽ അന്ധരായി വിഹരിക്കുവാൻ അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു. അള്ളാഹു അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അള്ളാഹു നേരുനെറിയുള്ളവരാണെങ്കിൽ, അള്ളാഹുവിന് കാര്യങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ അള്ളാഹു അവരിങ്ങോട്ട് പരിഹസിക്കുമ്പോൾ അള്ളാഹു അവരെ പരിഹസിക്കാൻ വിടുക ചെയ്യേണ്ടത്. അള്ളാഹു അവരെ പരിഹസിച്ചിട്ട് അവരെങ്ങനെ കയറൂരി വിടുകയാണോ ചെയ്യേണ്ടത്? അള്ളാഹു അവരെ കൈയോടെ പിടിച്ചിട്ട് മുഹമ്മദിനെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ വേണ്ടത്? അങ്ങനെ അള്ളാഹു തന്നെ കയറൂരി വിട്ടതും അള്ളാഹു തന്നെ പരിഹസിച്ചതും അള്ളാഹു തന്നെ പഴപ്പിച്ചു വിട്ടതുമാണെങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പയ്യരം പറയുന്നത്? അള്ളാഹു എന്തിനാണ് അവരെ പിടിച്ച് നരകത്തിലിടാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അള്ളാഹുവിനെ നരകത്തിൽ കണ്ടെടുത്ത് ചാടിയാൽ പോരെ. 16 അവർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു, അതിനാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ സന്മാർഗികളായതുമില്ല. ഇത് ജൂതന്മാരുമായിട്ടുള്ള സഖ്യം തുടർന്നു പോയ മദീനക്കാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ നിന്നും ഇതിൻ്റെ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാവുന്നത്. 17 അവരുടെ നില തീ കത്തിച്ചവരുടെ നില പോലെയാണ്, അത് അവരുടെ ചുറ്റും വെളിച്ചം തട്ടിയപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം എടുത്തു കളയും, അവരെ കൂരിരുട്ടിൽ കണ്ണു കാണാത്തവരായി ഒഴിച്ചുവിടുകയും ചെയ്തു. അവിടെ ഉപമ പറയുന്നിടത്തും അള്ളാഹു കുറ്റം ഏറ്റെടുക്കുകയാണ്. വെളിച്ചം അള്ളാഹുവാണ് കെടുത്തിക്കൊണ്ടുപോയതെന്നാണ്. എന്താ ഇപ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്? ഇതൊക്കെ അള്ളാഹു തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പയ്യരം പറയുന്നത്? അള്ളാഹു വെളിച്ചം കെടുത്താൻ നടക്കുക, അള്ളാഹു ഹൃദയം മൂടാൻ നടക്കുക, അള്ളാഹു അവരെ പരിഹസിക്കാൻ നടക്കുക, അള്ളാഹു അവരെ കയറൂരി വിടാൻ നടക്കുക. എന്നിട്ട് അതേ അള്ളാഹു അവരെങ്ങനെ ചീത്തയും പറയുക. അവർ ബധിരരും മൂകരും അന്ധരുമാകുന്നു, അതിനാൽ അവർ മടങ്ങുന്നതല്ല. ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുന്ന വർത്തമാനമാണിത്. അന്ധര് ബധിരര് മൂകര് എന്നൊക്കെ. അന്ധരായിട്ടും ബധിരായിട്ടും മൂകരായിട്ടൊക്കെ ജനിച്ച ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവരെ അങ്ങനെ ആക്കിയ ഒരു ദൈവം അതേ കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ബോഡി ഷെയ്മിങ് നടത്തുകയും മനുഷ്യരെ ഇങ്ങനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു നിലവാരവും സംസ്കാരവും എത്ര അപരിഷ്കൃതമാണ് എന്നല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇന്ന് മനുഷ്യന്മാർ പോലും പറയില്ല മനുഷ്യരെക്കുറിച്ച്. എത്ര വലിയ ശത്രുവാണെങ്കിലും
ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ എടുത്തിട്ട് പരിമിതികളൊക്കെ എടുത്തിട്ട് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സംസ്കാരമുള്ളവർ ചെയ്യുന്ന കാര്യമല്ല. ദൈവം പോയിട്ട് മനുഷ്യർ പോലും ചെയ്യില്ല. അതാണ് ഇവിടെ ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന ഒരു കാട്ടറബിയുടെ സംസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വാചകങ്ങൾ എന്നതിനപ്പുറത്ത് ഇതിനകത്തെ എന്ത് ദൈവികതയുള്ളത്? ഇതൊക്കെ ദൈവികമാണെങ്കിൽ ആ ദൈവം ഒരു കാട്ടറബിയാണ് 6-ാം നൂറ്റാണ്ടിലെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു സംസ്കാരവും ഇല്ല ദൈവത്തിന്. 19 അല്ലെങ്കിൽ അവരുടെ നില ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ഒരു പേമാരി പോലെയാകുന്നു, അതിൽ അന്ധകാരങ്ങളും ലുലുമാത്ത് ഇരുട്ടുകൾ എന്നാണ് ഖുർആനിൽ ഇരുട്ട് പറയുന്നിടത്തൊക്കെ ലുലുമാത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതന്നെ പറഞ്ഞു. ഇരുട്ടുകൾ, ഇടിയും മിന്നലും, ഇടിയുടെ ഭയങ്കര ശബ്ദം നിമിത്തം അവർ മരണം ഭയന്ന് തങ്ങളുടെ വിരലുകൾ കാതിൽ വെക്കുന്നു. അള്ളാഹു അവിശ്വാസികളെ വലയം ചെയ്തവരാകുന്നു. മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം അവർ അതിൽ കൂടി നടക്കും. അത് മിന്നാതെ ഇരുട്ടാകുമ്പോൾ അവർ നിന്നുപോകും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയെയും കാഴ്ചയെയും അവൻ എടുത്തു കളയുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഇടിമിന്നലുണ്ടാകുമ്പോൾ ആ വെളിച്ചത്തിൽ കുറച്ചാണ് നടക്കുക, പിന്നെ മിന്നൽ പോകുമ്പോൾ ഇരുട്ടാകുമ്പോൾ അവിടെ നിൽക്കുക. അതൊക്കെ അള്ളാഹു മനുഷ്യരെ അതുപോലെയാണ്. മനുഷ്യർക്ക് ചിലർക്ക് ഇങ്ങോട്ട് അള്ളാഹുവിന് വഴി കാട്ടി കൊടുക്കും, എന്നിട്ട് അള്ളാഹു തന്നെ ആ വഴി കണ്ട് അടച്ചു കളയും. അള്ളാഹു തന്നെ വെളിച്ചം കാണിച്ചു കൊടുക്കും. അള്ളാഹു തന്നെ ഇരുട്ടിലാക്കി കളയും. അള്ളാഹു തന്നെ കണ്ട് പഴപ്പിക്കും. അള്ളാഹു തന്നെ കണ്ട് കുണ്ടിച്ചാടിക്കും. എന്നിട്ട് ആ അള്ളാഹു തന്നെ കണ്ട് പിടിച്ച് നരകത്തിലിടും എന്നൊക്കെ ഉപമ പറയുന്നിടത്ത് പോലും ഈ തലയിലെഴുത്ത് പറഞ്ഞുകൊണ്ട് സ്വയം പരിഹാസ്യനാവുകയാണ് അള്ളാഹു. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ ഇത്രമാത്രം പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള വേറൊരു പുസ്തകവും ലോകത്തുണ്ടാവില്ല. ഇതാണ് ഖുർആനിൻ്റെ അവസ്ഥ. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദിന് പുതിയ 2 വിഭാഗം ആളുകൾ ശത്രുക്കളായിട്ട് ഉണ്ടായി. അത് മുഹമ്മദ് തന്നെ വരുത്തി വെച്ച വിനയാണ്. സ്വന്തം അനുയായികളെ മുഹമ്മദിന് വിശ്വാസമില്ലാതായി. അവരും ജൂതരും തമ്മിലുള്ള ആത്മബന്ധം അവിടെ നിലനിർത്തുന്നത് മുഹമ്മദിന് ഇഷ്ടപ്പെടാതെ വന്നു. അപ്പോൾ ജൂതരും മുഹമ്മദിൻ്റെ ശത്രുവായി മാറി. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ് കപടവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ട് കാടടക്കി വെടിവെച്ചുകൊണ്ട് മുഹമ്മദ് അധിക്ഷേപിക്കുന്ന പരിഹാസ്യമായ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തുടർന്ന് വരുന്ന ചരിത്രത്തിലും ഈ അധ്യായം ഉൾപ്പെടെ മറ്റ് അധ്യായങ്ങളിലെ പല സന്ദർഭങ്ങളിലും നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം. അടുത്ത വാക്യം മുതൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.